ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഒരു 3-3.5 ദിവസം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ നിർത്തി. ഇനിയിപ്പോൾ അവിടുന്ന് പതുക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. ഒരു 4-5 തലമുറയായിട്ട് നടത്തിപ്പോരുന്ന ഒരു ചായക്കടയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ അടുപ്പും എല്ലാം എന്നെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ ഇവർക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം ഈ ചായക്കട നടത്തുന്നവരുടെ തന്നെയാണ്. അവർക്ക് ഇവിടെ ഒരു 4-5 ഏക്കർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഞങ്ങളിങ്ങനെ ആലോചിച്ചു, എന്താണിത് ഒരു റോട്ടിലിട്ടേക്കണേന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് ചോളമാണ് ഒരു റോട്ടിലിങ്ങനെ ഉണക്കാനിട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. അന്വേഷിച്ച് ഒരു ഹോട്ടൽ കിട്ടി. ഇവിടെ ഒരു ഹോട്ടൽ കിട്ടാൻ നല്ല വൃത്തിയുള്ളത്. അപ്പോൾ ഞങ്ങൾ നാഗ്പൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി നേരെ ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നാഗ്പൂരിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വരുന്ന വഴിക്കൊന്നും നല്ല ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈവേയിൽ നിന്ന് ടൗണിലേക്ക് ഇറങ്ങി. അങ്ങനെ നാഗ്പൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നാഗ്പൂർ ടൗണിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം. അങ്ങനെ ഇപ്പോൾ കാണുന്ന റെസ്റ്റോറൻറ്റ് ശരിക്കും ഹൈദരാബാദ് ഔട്ടറിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പുലർച്ചെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മൾ സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. തിരിച്ചിട്ടെ മതി നിൽക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസമായിരുന്നു. പല സ്റ്റേറ്റുകളും കടന്നുള്ള ഈ യാത്ര എന്നെ സംബന്ധിച്ചൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം. മാർക്കറ്റിൽ ടോയ്സ് മാർക്കറ്റിലേക്ക് പോവുകയാണ്.
ഭയങ്കര റഷാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. പാലക്കാടും ആ കൊച്ചി എന്നുള്ള ബോർഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയ എന്നുള്ളൊരു മൂടായി. അങ്ങനെ കുഞ്ഞാനെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ട്, അതൊന്ന് കാണണം. വായിക്ക